കെ ടി ജലീലിനെതിരായ ബന്ധു നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട പ്രതിപക്ഷം. ജലീലിന് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഏത് അഴിമതിയെയും സംരക്ഷിക്കുന്ന അഴിമതിക്കാരനാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതേസമയം ലോകായുക്ത ഉത്തരവിനെതിരെ ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ഗവർണറും തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയ കേസിലാണ് ലോകായുക്ത വിധി എഴുതിയതെന്ന് ഹർജിയിൽ പറയുന്നു. ബന്ധു നിയമനത്തിൽ മന്ത്രി കെ ടി ജലീലിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത ഉത്തരവ് ഇന്ന് സർക്കാരിന് കൈമാറും. ബന്ധു നിയമനത്തിൽ ജലീൽ കുറ്റക്കാരനാണെന്ന ലോകായുക്ത ഉത്തരവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിക്കുകയാണെന്നും ഏത് അഴിമതിയെയും സംരക്ഷിക്കുന്ന അഴിമതിക്കാരനാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഏത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു അഴിമതിക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ലോകായുക്ത നിയമം പാസാക്കിയത് ഇ.കെ. നായനാരുടെ കാലത്താണ്. പിണറായിയോട് നായനാരുടെ ആത്മാവ് പോലും പൊറുക്കില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. ഈ നിയമം കൊണ്ടുവന്ന് പാസാക്കിയത് ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. നായനാരുടെ ആത്മാവ് പോലും പിണറായി വിജയനോട് ക്ഷമിക്കില്ല. ഹൈക്കോടതിയും ഹർജി നൽകിയത് ബന്ധുക്കളെ നിയമിക്കരുതെന്ന് നിയമന ചട്ടങ്ങളിൽ പറയുന്നില്ല. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയത്. അതിനാൽ ഏകപക്ഷീയമായുള്ള ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണം. ഹൈക്കോടതി തീരുമാനമെടുക്കും വരെ ലോകായുക്ത ഉത്തരവിൽ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമായ തെളിവില്ലെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുത്തനെ ഉയർന്ന രാജ്യത്തെ പ്രതിദിന കോവിഡ് നിരക്ക്. 1.68 ലക്ഷം പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 904 പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ ഒറ്റ ദിവസം രോഗികളുടെ എണ്ണം 60,000 കടന്നു. ഉത്തർപ്രദേശ്, ഡൽഹി, ഛത്തീസ്ഗഡ്, കർണാടക സംസ്ഥാനങ്ങളിലും 10,000-ന് മുകളിലാണ് പ്രതിദിന കണക്ക്. കോവിഡ് വ്യാപനം സുപ്രീംകോടതിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. 50%-ലധികം ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ സിറ്റിംഗ് ജഡ്ജിമാരുടെ വീടുകളിലേക്ക് മാറ്റി. രാജ്യത്ത് തുടർച്ചയായ 7ാം ദിവസമാണ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുന്നത്. ഇന്നലെ 1,68,912 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. 904 പേർ മരിച്ചു. മരണസംഖ്യ 1,70,179 ഉയർന്നു. 12,01,009 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കുറയുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്നലെ 75,086 പേർ രോഗമുക്തരായി. രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായ മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 63,294 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശ്, ഡൽഹി, ഛത്തീസ്ഗഡ്, കർണാടക സംസ്ഥാനങ്ങളിലും രോഗികളുടെ പ്രതിദിന എണ്ണം 10,000-ന് മുകളിലാണ്. കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുകയാണ്. മഹാരാഷ്ട്ര, ഡൽഹി സംസ്ഥാനങ്ങൾ അടച്ചിടൽ ആലോചനകൾ തുടരുകയാണ്. ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകളിൽ തിരക്ക് അനുസരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. സുപ്രീംകോടതിയിലും കോവിഡ് സാഹചര്യം സങ്കീർണമായി. 50%-ലധികം ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സിറ്റിംഗ് ജഡ്ജിമാരുടെ വീടുകളിലേക്ക് മാറ്റി. അതിനിടെ സ്പുട്നിക് വാക്സിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതി യോഗം ഉടൻ തീരുമാനമെടുക്കും. മെഗാ വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി പ്രതിദിനം വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 40 ലക്ഷമായി. 10,45,22,565 പേരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത്. കോവിഡ് കണക്കിൽ ബ്രസീലിനെ മറികടന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തെത്തി. പ്രതിദിന രോഗികളുടെ എണ്ണം 1,60,000 കടന്നതോടെ സമ്പൂർണ്ണ അടച്ചിടൽ പോലെയുള്ള കർശന നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സംസ്ഥാനങ്ങൾ ആലോചിക്കുന്നത്. ക്യാമറാമാൻ കാർത്തിക്കിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പഞ്ചായത്ത് തല പ്രതിരോധം ശക്തമാക്കാനും ക്വാറന്റൈൻ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്താനും കൂടുതൽ വാക്സിൻ സ്റ്റോക്കുള്ള ജില്ലകളിൽ നിന്ന് ക്ഷാമം നേരിടുന്ന ജില്ലകളിൽ എത്തിക്കാനും തീരുമാനമായി. വൈകിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വാക്സിൻ ക്ഷാമം നേരിടുന്ന തിരുവനന്തപുരത്ത്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി 60,000 ഡോസ് വാക്സിൻ ഇന്നെത്തിക്കും. വാക്സിൻ ക്ഷാമം നേരിടുന്ന ജില്ലകളിൽ കരുതൽ ശേഖരമുള്ളിടത്തു നിന്ന് വാക്സിൻ എത്തിക്കാനാണ് തീരുമാനം. കോവിഡ് കോൺടാക്ട് ട്രേസിംഗ്, ക്വാറന്റൈൻ എന്നിവ ശക്തമാക്കാനും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗത്തിൽ തീരുമാനിച്ചു. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം ഡിസ്ട്രിക്ട് കളക്ടർ ഒരു യോഗം നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ഓരോ പഞ്ചായത്തും ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ തന്നെ അവിടെ 2 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ആ വാർഡിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ, അത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഫീൽഡ് വർക്കിലൂടെ നമ്മുടെ JPHമാർ, JHIമാർ, ആശാ വർക്കർമാർ, അതിൻ്റെ കൂടെ വോളണ്ടിയർമാരായി കുടുംബശ്രീയുടെ പ്രവർത്തകരും
അംഗൻവാടി പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ടീമുണ്ട്. കോവിഡ് പരിശോധനയും വിപുലമാക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ എന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം തീരുമാനിക്കും. പല ജില്ലകളിലും കോവിഡ് വാക്സിൻ ക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വാക്സിൻ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻ ഈ ക്യാമ്പയിൻ നടത്തിയിട്ട് കൊടുക്കാനുള്ള നമ്മുടെ തീരുമാനം അതൊരു വിജയത്തിലെത്തിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അടിയന്തരമായി സെൻട്രൽ ഗവൺമെൻറ് വാക്സിൻ തരണം എന്നുള്ളത് ലെറ്റർ ആരോഗ്യവകുപ്പ് അയച്ചു. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി മുഖേന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 44,000-ന് മുകളിലാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം. കോവിഡ് രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കോഴിക്കോട് ജില്ലയിൽ കുത്തനെ ഉയരുകയാണ്. ഇന്നലെ മാത്രം 1271 പേർക്ക് കോവിഡ് പോസിറ്റീവായപ്പോൾ 16.2% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിലെ ബീച്ച് ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രവേശനം 5 മണിവരെ മാത്രമായി നിജപ്പെടുത്തി. CFLTCകൾ പുനരാരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപന ഭീതിയിൽ ഓഹരി വിപണിയിൽ വൻ വിറ്റൊഴിക്കൽ. രോഗബാധിതരുടെ എണ്ണം ദിവസം 1.5 ലക്ഷം കടന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സെൻസെക്സിൽ 1600 പോയിന്റിലേറെ ഇടിഞ്ഞു. നിഫ്റ്റിയിൽ 345 പോയിന്റും കുറഞ്ഞു. വിദേശ നിക്ഷേപകർ കൂട്ടമായി പിന്മാറുന്നതാണ് കാരണം. കോവിഡ് പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തുന്ന കാര്യത്തിൽ സർക്കാർ മാർഗനിർദ്ദേശം ഇറക്കിയേക്കും. പൂരത്തിന്റെ ചടങ്ങുകളിൽ മാറ്റമുണ്ടാവില്ല. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ, ആചാരങ്ങൾ എന്നിവയിൽ നിന്ന് പിന്നോട്ടു പോകാതെയുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൂരത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കും പ്രവേശനം അനുവദിച്ചേക്കില്ല. വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഇലഞ്ഞിത്തറമേളം കാണാൻ ആളുകളെ പ്രവേശിപ്പിക്കുക കടുത്ത നിയന്ത്രണങ്ങളോടെയാകും. കുടമാറ്റം 1 മണിക്കൂറായി ചുരുക്കും. കൂടുതൽ പേർ ഒരു സ്ഥലത്ത് തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനാണിത്. മാസ്ക് ധരിക്കാത്തയാർക്കും പ്രവേശനം അനുവദിക്കില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ആലോചനയിലുള്ളത്. പൂരം പ്രൗഢമായി നടത്താനുള്ള ദേവസ്വങ്ങളുടെ ഒരുക്കങ്ങളും നടക്കുകയാണ്. ന്യൂസ് 18 തൃശൂർ. മുസ്ലിം ലീഗ് നേതാവും MLAയുമായ KM ഷാജിയുടെ വീടുകളിലെ വിജിലൻസ് റെയ്ഡ് 6 മണിക്കൂർ പിന്നിടുന്നു. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിലാണ് റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇപ്പോഴും തുടരുകയാണോ? 6 മണിക്കൂറിലേറെയായില്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഷാജിയുടെ വീടിന് മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിയെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വത്ത് സമ്പാദന, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി 2 വീടുകളിൽ, കോഴിക്കോടുള്ള മാലൂർക്കുന്നിലെ വീട്ടിലും കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുള്ള വീട്ടിലും 2 സ്ഥലത്തും ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് നടക്കുകയും ഉദ്യോഗസ്ഥർ ഇത് പുറത്തും അകത്തും പുറത്തുമായി വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് ഏത് സമയം കൊണ്ട് കഴിയും, പൂർത്തിയാവും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ രേഖകൾ, ഈ ഷാജിയുടെ കൈവശമുള്ള രേഖകളും അതുപോലെ തന്നെ വീടിൻ്റെ ഈ വിസ്തൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുകയും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഷാജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 88,50,000 രൂപയുടെ ആസ്തിയാണ് കാണിച്ചിരുന്നത്. പക്ഷേ 2 കോടി രൂപയുടെ ഇടപാടുകൾ ഈ 9 വർഷത്തിനിടയിൽ ഷാജി നടത്തി എന്നുള്ളതാണ് പരാതി. അത് എവിടെ നിന്ന് എത്തി, ഈ ബാക്കി തുക എവിടെ നിന്ന് എത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം 166% അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വിജിലൻസ് ഇത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇതെല്ലാം തന്നെ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഇവിടെ പരിശോധന നടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്തായാലും കണ്ണൂരിലും കോഴിക്കോടും സമാനമായ രാവിലെ 7 മണിയോടുകൂടി തന്നെയാണ് റെയ്ഡിന് ഉദ്യോഗസ്ഥരെത്തിയത്. അവിടെ ഇപ്പോഴും റെയ്ഡ് 2 സ്ഥലത്തും ഇപ്പോഴും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജി സ്ഥലത്തുണ്ടതാണ്. രാവിലെ മുതൽ തന്നെ ഷാജി ഇതിന് പുറത്ത് റെയ്ഡിനെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഇതിന് പുറത്തുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അകത്താണ്. ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും പിന്നീട് അകത്തേക്ക് പോവുകയും ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിജിലൻസ് SP ആയ ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് ഷാജിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നതും ഷാജിയുടെ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ഗോപികൃഷ്ണൻ.
കണ്ണൂരിൽ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിലെ രണ്ടാം പ്രതിയെ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണത്തിൽ ഉറച്ച UDF. രതീഷിനെ മറ്റ് പ്രതികൾ തന്നെ കൊലപ്പെടുത്തിയതാകാമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു. കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെരിങ്ങളം മേഖലയിൽ LDF സമാധാന സന്ദേശ യാത്ര നടത്തുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിലാണ് മൻസൂർ കൊലപാതകത്തിലെ രണ്ടാം പ്രതി രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രതീഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയാണ് UDF. ഏതായാലും അതൊരു സ്വാഭാവിക തൂങ്ങിമരണമായി നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പാനൂർ പോയ ദിവസം തന്നെ അവിടെ ആളുകൾ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. എന്നാൽ മാത്രമേ സത്യം പുറത്തു വരൂ. ഒളിവിൽ താമസിക്കുന്നിടത്ത് പ്രതികൾ തമ്മിൽ തർക്കമുണ്ടായെന്നും മർദ്ദനത്തിൽ ബോധം പോയ രതീഷിനെ തൂക്കിക്കൊലപ്പെടുത്തുകയായിരുന്നെന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. പ്രതികള് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ വെച്ച് പരസ്പരം സംസാരിക്കുമ്പോൾ രതീഷ് നടത്തിയ പ്രകോപനപരമായ ഒരു നേതാവിനെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രകോപനപരമായ പരാമർശം, ആ പരാമർശത്തിൽ പ്രകോപിതരായ മറ്റുള്ളവർ രതീഷിനെ ആക്രമിച്ചു. മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPIM ഇപ്പോൾ ചെയ്യുന്നത് ചെറിയ ഒരു ക്രിമിനൽ സംഭവമല്ല, ആകസ്മികമായി ഉണ്ടാകുന്ന കൊലപാതകങ്ങളല്ല, ആസൂത്രിതമായി കൊലപാതകങ്ങൾ നടത്തുന്നു. അതിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു, അവർക്ക് പകരം ലിസ്റ്റ് കൊടുക്കുന്നു, ആ ലിസ്റ്റിലുള്ളവരെ പോലീസ് പിടികൂടുന്നു, നാടകങ്ങൾ തുടരുന്നു. മൻസൂർ കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നുണ്ട്. മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കി. പ്രതികൾ കണ്ണൂർ കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിലുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാർ, DYSP P വിക്രമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ മുക്കിൽ പീടികയിൽ കൊലപാതകം നടന്ന സ്ഥലം പരിശോധിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഇപ്പോൾ ശ്രീ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. വിഷമതയാണ് അവരിപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതിനിപ്പോൾ യാതൊരു നിവൃത്തിയില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർ തെളിയിക്കേണ്ടെന്താ? 2016 തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ 2ാം സ്ഥാനത്തെങ്കിലും എത്തും എന്ന് തെളിയിക്കട്ടെ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഈ വീണ നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവരുടെ പോസ്റ്റർ ആക്രിക്കടയിൽ വിറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇതൊരു ഗൂഢാലോചനയാണ്, കൃത്യമായി BJPയുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് കച്ചവടമാണെന്ന് കോടിയേരി ആരോപിച്ചിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കമ്മീഷനെയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അക്രിക്കടയിൽ വാൾപോസ്റ്റ് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടില്ലല്ലോ. ഭാഗ്യം ഇവരതും ചെയ്യും, അതിനേക്കാൾ അപ്പുറം ചെയ്യും. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞില്ലേ ഇത് തനി വഞ്ചനയാണെന്ന്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥാനാർത്ഥിൻ്റെ വാൾ പോസ്റ്റർ ഒട്ടിക്കാതെ അത് അക്രിക്കടയിൽ വെച്ചിട്ട് വിൽപ്പന നടത്തുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി? ഞാൻ അതിശയപ്പെടുക, ഇങ്ങനെ ഒരു പാർട്ടി അധപ്പതിച്ചു പോയല്ലോ എന്നുള്ളത്. അതെ, അല്ല, അദ്ദേഹം നിയമപരമായിട്ട് ആ കാര്യം പരിശോധിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അയാൾ മന്ത്രി എന്നുള്ള നിലയിൽ, വ്യക്തി എന്നുള്ള നിലയിൽ ഈ ലോകായുക്തൻ്റെ തീരുമാനത്തിനെതിരായി അദ്ദേഹം റിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, റിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പം അത് കോടതിയിൽ വരാൻ പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റില്ല. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ് പിന്നീട് ആലോചിക്കും. റിട്ട് പെറ്റീഷനാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുക. ലോകായുക്തയുടെ തീരുമാനത്തിനെതിരായി റിട്ട് അപേക്ഷ കൊടുക്കും. എടുത്ത തീരുമാനം സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നത് എന്നാണ് പത്രക്കാരോട് പറഞ്ഞത്. അത് അദ്ദേഹം കൊടുക്കട്ടെ. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും. ഇപ്പോൾ സാധാരണ നിലയിലുള്ളതല്ലേ, ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡായിട്ടുള്ള ആൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമല്ലോ. അദ്ദേഹം അത് പരിശോധിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് തീരുമാനം എടുക്കും. അതിന് കോടിയേരി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞിട്ടുണ്ട്.
ആ മറുപടി തന്നെയാണ് ഞാനും ഒരു നിൽക്കുന്നത്. കാര്യം കൂടി, പാലക്കാട് ഈ കൊല്ലം പുനലൂരിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വിളക്കോട്ടം സ്വദേശി സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പുനലൂർ വിളക്കോട്ടം 12 ഏക്കറിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. സുരേഷ് ബാബുവിന്റെ മകൻ സുർജിത്ത് റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികളിൽ ഒരാളായ മോഹനനുമായി തർക്കമുണ്ടാവുകയും അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ രാത്രിയിൽ മോഹനനും സംഘവും സുർജിത്തിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ഈ സമയം സുരേഷ് ബാബു, ഭാര്യ, മകൻ സുർജിത്ത്, സുഹൃത്തിന്റെ ഭാര്യ, 2 വയസ്സുള്ള കുട്ടി എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇരുട്ടിൽ നടന്ന അടിയിലും കല്ലേറിലും സുരേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ബഹളം കേട്ട് അയൽവാസികൾ എത്തിയപ്പോഴേക്കും സംഘം ഓടിമറഞ്ഞു. കുഴഞ്ഞു വീണ സുരേഷ് ബാബുവിനെ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഴയെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഇവിടെ എന്തോ ഒരു ബഹളം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടി വന്നപ്പം ബാബു നിലത്ത് കിടപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ കാറെടുത്തുകൊണ്ട് വന്നിട്ട് ബാബുവിനെയും ബാബുവിൻ്റെ വൈഫിനെയും ചെറുക്കനെയും മരുമോളിയോടെ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. കണ്ടാലറിയാവുന്ന 10ഓളം പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്ന് സുരേഷ് ബാബുവിന്റെ മകൻ സുർജിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് 18 കൊല്ലം. ആലപ്പുഴയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കയറി അടിച്ചു കൊന്നു. 2 കൊലപാതകം ഉൾപ്പെടെ 25 കേസുകളിൽ പ്രതിയായ പുന്നമട അഭിലാഷനാണ് കൊല്ലപ്പെട്ടത്. അഭിലാഷിന്റെ സംഘത്തിലെ മുൻ അംഗവും ഒട്ടേറെ കേസുകളിൽ പ്രതിയുമായ കൈനകരി സ്വദേശി മജുവാണ് അഭിലാഷിനെ ആക്രമിച്ചത്. അർദ്ധരാത്രിയോടെ കൈനകരിയിലെ ഭാര്യ വീടായ കുന്നുതറയിൽ വെച്ചായിരുന്നു കൊലപാതകം. അടിയിൽ ഗുരുതര പരിക്കേറ്റ അഭിലാഷിനെ ഭാര്യ ദീപ്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ അപകടത്തിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ സ്ഥലത്തുനിന്ന് മാറ്റി. കൊച്ചി പനങ്ങാട് ചതുപ്പിൽ ഇടിച്ചിട്ട ഹെലികോപ്റ്റർ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് മാറ്റി. ഡൽഹിയിൽ നിന്നെത്തിയ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലായി ഇനി നടപടികൾ. കോപ്റ്റർ എമർജൻസി ലാൻഡിംഗ് നടത്തിയ ചതുപ്പിൽ മണൽ ചാക്കുകൾ നിറച്ച് ബലപ്പെടുത്തിയ ശേഷമാണ് ഉയർത്താനുള്ള ശ്രമം തുടങ്ങിയത്. ഹെലികോപ്റ്ററിന്റെ പങ്കുകൾ അഴിച്ചുമാറ്റി ക്രെയിൻ ഉപയോഗിച്ച് ചതുപ്പിൽ നിന്ന് ഉയർത്തി ട്രെയിലറിലേക്ക് മാറ്റി. പങ്കുകളുടെ കേന്ദ്രഭാഗത്ത് ബലമുള്ള കയറിട്ട് കൊളുത്തിയാണ് ഹെലികോപ്റ്റർ ഉയർത്തിയത്. 4 മണിക്കൂർ സമയമെടുത്താണ് ഹെലികോപ്റ്റർ ഉയർത്താൻ കഴിഞ്ഞത്. പിന്നീട് റോഡ് മാർഗം നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. വ്യോമയാന വകുപ്പ് അധികൃതരുടെ പരിശോധനകൾക്കും അനുമതിക്കും ശേഷം അർദ്ധരാത്രി 12 മണിയോടെയാണ് കോപ്റ്റർ ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. പുലർച്ചെ 5 മണിയോടെയാണ് ലോറിയിൽ കയറ്റുന്ന ജോലികൾ പൂർത്തിയായത്. സിയാലിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും വ്യോമയാന വകുപ്പ് അധികൃതരും സ്ഥലത്തുണ്ടായിരുന്നു. അപകട കാരണം സ്ഥിരീകരിക്കാൻ ഏവിയേഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള ആൾക്കൂട്ടവും സ്ഥലത്തെ ഗതാഗത സ്തംഭനവും കണക്കിലെടുത്തുകൊണ്ടാണ് നടപടികൾ രാത്രിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് വ്യവസായി എം എ യൂസഫ് അലിയും ഭാര്യയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ എഞ്ചിൻ തകരാറ് മൂലം ചതുപ്പ് നിലത്തിൽ ഇടിച്ചിറക്കിയത്. അതേസമയം ഇന്ന് പുലർച്ചെയോടെ എം എ യൂസഫ് അലിയും കുടുംബവും അബുദാബിയിലേക്ക് തിരിച്ചു. അബുദാബി രാജകുടുംബം അയച്ച പ്രത്യേക വിമാനത്തിലാണ് യൂസഫ് അലിയും കുടുംബവും കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചത്. യൂസഫ് അലിയുടെ തുടർ ചികിത്സ വിദേശത്തായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. വടക്കൻ കേരളത്തിൽ കോഴിയിറച്ചിയുടെ വില കുത്തനെ ഉയരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് 50 രൂപയിലധികമാണ് വർദ്ധിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വില വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന് വ്യാപാരികൾ പറയുന്നു. കിലോയ്ക്ക് 170 രൂപയ്ക്ക് വിറ്റ കോഴിയിറച്ചിയാണ് ഒരാഴ്ച കൊണ്ട് 220 എത്തി നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിക്ക് വില വർദ്ധിച്ചതായി വ്യാപാരികൾ പറയുന്നു. വിഷു ആഘോഷത്തിന് വടക്കൻ മലബാറിൽ കോഴിയിറച്ചി പ്രധാന വിഭവമാണ്. തൊട്ടുപിന്നാലെ റംസാനും എത്തുന്നതോടെ വില ഇനിയും കൂടുമെന്നാണ് ആശങ്ക. റംസാനൊക്കെ വരുന്നതാണ്. ഈ സമയത്ത് വില വർദ്ധന വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഈ ചിക്കൻ 140 രൂപ കഴിഞ്ഞ ആഴ്ച പ്രവേശിക്കുന്ന വില, ഇപ്പോൾ 200 രൂപ കിലോ ചിക്കൻ്റെ വില. അത് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടേണ്ട സംഭവമാണിത്. അത് സർക്കാർ സാധാരണക്കാരനെ ഈ സമയം എല്ലാവർക്കും ഭയങ്കര സാധനമാണല്ലോ. വില വർദ്ധിപ്പിക്കാനായി തമിഴ്നാട്ടിലെ കർഷകർ ഉൽപാദനം കുറയ്ക്കുകയാണെന്ന് വ്യാപാരികൾ ആക്ഷേപിക്കുന്നു. വില കൂടിയിട്ടാണ് വരുന്നത്. അവിടെ കോഴി കുറഞ്ഞില്ല, അപ്പം മൊത്തം ടൈറ്റായി. അവിടെ എന്താണ് ഉൽപാദനം കുറയാൻ കാരണം പ്രൊഡക്ഷൻ കുറച്ചാൽ 1 ലക്ഷം 50,000 ആക്കി. ഇനിയും കുറച്ച് കൊണ്ടുവരാൻ പോകുന്നത്. കിലോയ്ക്ക് 200 രൂപ കൊടുത്താണ് കോഴിയെ വാങ്ങുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. നഷ്ടം സഹിച്ചാണ് വിൽപ്പന. സാധനം കൂടുന്തോറും സാധനം ഫാമിൽ ഫുള്ളായി കഴിഞ്ഞാൽ ഇത് ടക്ക് എന്ന് പറഞ്ഞിട്ട് വില കുറയും ചെയ്യും. ഇതിൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേകത. മറ്റുള്ള സാധനം പോലെ മട്ടൻ്റെ വില, ബീഫിൻ്റെ മാതിരി ഒരു വില, ഒരു നിശ്ചയിച്ചൊരു വില ഒന്നല്ല. ഇത് ടക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 220 രൂപ വില ടോപ്പ് വില തന്നെ.
പക്ഷെ അത് കുറയും. സംസ്ഥാനത്ത് കോഴി ഫാമുകൾ ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലെ വിലക്കനുസരിച്ച് ഇവിടെയും വില വർദ്ധിപ്പിക്കുകയാണ്. വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്.